കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. മിഥില, ഇന്നലെ രാത്രിയും അവിടെ പരിശോധന ഉണ്ടായിരുന്നു. എന്തെങ്കിലും സംശയം തോന്നിയിട്ടാണോ ഇന്ന് രാവിലെയും അവിടെ പരിശോധന നടക്കുന്നത്? ഏതുള്ള രീതിയിലെ പരിശോധനയാണ്? ഈ പാഴ്സലൊക്കെ ഇന്നലെ പരിശോധിക്കുകയുണ്ടായി, പാർക്കിംഗ് സെൻ്ററുകൾ പരിശോധിച്ചു. അപ്പോൾ പാർക്കിംഗ് ഏരിയ തന്നെയാണോ ഇന്നും പരിശോധിക്കുന്നത്? എന്തെങ്കിലും സുരക്ഷാ ഏജൻസികൾ സൂചന തരുന്നുണ്ടോ? ഇന്നലത്തെ ഒരു പരിശോധനയുടെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് കോഴിക്കോട് എല്ലായിടത്തും പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ച് ഇന്നലെ ഡൽഹിയിലുണ്ടായ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിശോധന. ആ പരിശോധനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും ഇപ്പോൾ പൊതു ഇടങ്ങൾ ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആളുകൾ തടിച്ചുകൂടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഇവരുള്ളത്. ഇന്നലത്തെ സമാനമായ രീതിയിൽ തന്നെ കോഴിക്കോട് സിറ്റി ബോംബ് സ്ക്വാഡുണ്ട്, ഡോഗ് സ്ക്വാഡുണ്ട്, ഒപ്പം തന്നെ പോലീസുണ്ട്, RPF ഉണ്ട്. സമഗ്രമായ ഒരു പരിശോധന തന്നെയാണ് ഇപ്പോൾ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് പൊതുയിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന. ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ ഇത് വ്യാപിപ്പിക്കും. കർശനമായ നിർദ്ദേശമുണ്ട്. ഇത്തരത്തിലുള്ള പരിശോധന നടത്തണമെന്ന കർശനമായ നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവികൾക്കുണ്ട്. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പരിശോധന നടത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതിന് പുറമെ ഇന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷോപ്പിംഗ് മാളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. ഇന്നലെ രാത്രി SM സ്ട്രീറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് 4ാമത്തെ പ്ലാറ്റ്ഫോമാണ്. 4ാമത്തെ പ്ലാറ്റ്ഫോമിൽ റെയിൽവേ സ്റ്റേഷനിലെ ഓരോ ഇടങ്ങൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിൽ സിറ്റി ബോംബ് സ്ക്വാഡിൻ്റെയും ഡോഗ് സ്ക്വാഡിൻ്റെയും RPFൻ്റെയും പോലീസിൻ്റെയും എല്ലാം സംയുക്തമായ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമാന്തരമായി തന്നെ മറ്റിടങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ്, ഒപ്പം തന്നെ SM സ്ട്രീറ്റ്, അങ്ങനെ പാളയം മാർക്കറ്റ്, അങ്ങനെ എല്ലായിടങ്ങളിലും ജനങ്ങൾ എത്താൻ സാധ്യതയുള്ള എല്ലായിടങ്ങൾ കേന്ദ്രീകരിച്ചും സമഗ്രമായ ഒരു പരിശോധന തന്നെയാണ് ഈ ഡൽഹി സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർശനമായ നിർദ്ദേശമുണ്ട്. എല്ലായിടങ്ങളിലും പരിശോധന നടത്തണം എന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യാപകമായ പരിശോധനയിലേക്ക് വിവിധ ഏജൻസികൾ ഇപ്പോൾ കടന്നിട്ടുള്ളത്. SKN. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.